നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. ഫലസ്തീനിലെ മക്കള്, ഗാസയിലെ മക്കള് ഒരു തുള്ളി ഭക്ഷണമില്ലാതെ എല്ലും തോലുമായി മാറിക്കൊണ്ടിരിക്കും. പല രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഫുഡ് കണ്ടെയ്നറുകളുടെ മുമ്പിൽ നിൽക്കുന്ന ഫലസ്തീനിലെ, ഗാസയിലെ മക്കൾക്ക് നേരെ ആക്രമണം അയച്ചുവിടുന്ന ഇസ്രായേൽ ഭീകരവാദികൾ. ഇതൊക്കെ എങ്ങനെ ഈ ലോക രാജ്യങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയും? ഇതൊരൊറ്റ കാരണം വെച്ചിട്ടാണ് ഈജിപ്തിൽ നിന്ന് നമ്മൾ ഇപ്പോഴടുത്ത ഒരു വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവര് ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ച ബോട്ടലുകൾ കടലിലേക്ക് വലിച്ചെറിയുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ആലോചിച്ചു കഴിയുന്ന ഗാസയിലെ മക്കളുണ്ട്, അവിടെ ഭക്ഷണമില്ലാതെ എല്ലും തോലുമാകുന്ന മക്കള്. അവർക്കൊരു നേരത്തെ അന്നമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബോട്ടലിൽ നിറച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ. കാരണം അങ്ങനെയെങ്കിലും ഗാസയിലെ മക്കൾക്ക് ഒരു ബോട്ടിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അവരെ വിശപ്പ് മാറിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈജിപ്ഷ്യനിൽ നിന്ന് ഈ ഒരു ചെറുപ്പക്കാരുടെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല? നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയകളുണ്ട്, നമ്മുടെ കയ്യിൽ പല രാജ്യങ്ങളിലും എത്തുന്ന പല സോഷ്യൽ മീഡിയകളും നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് തുരിഞ്ഞിറങ്ങുന്നേ ഇല്ല. കാരണം ഭക്ഷണത്തിന്റെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ 1 ഡേ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഭക്ഷണത്തിന് അടിമപ്പെട്ടവരാണ് എന്നുള്ളത്. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. അവർക്ക് ഭക്ഷണവുമില്ല, വെള്ളവും നല്ലതുപോലെ കുടിക്കാൻ കിട്ടുന്നില്ല, ഒരു മണ്ണും ഒക്കെ തിന്നിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് അവർ കാണുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്ത് അതാവ് വരുമെന്നുള്ളതൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ തുനിഞ്ഞിറങ്ങി സഹായിച്ചേ മതിയാവൂ. ഒന്നല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചേ മതിയാവും.